ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ കേരളത്തിന്? ഈ പറയുന്ന ഷോൺ ജോർജ് വന്നു, പി സി ജോർജ് വന്നു, അതിൻ്റെ അകത്ത് ഒരു പേരുണ്ട്, അനൂപ് ആന്റണി ഉണ്ട്, എ കെ ആന്റണിയുടെ മോൻ വന്നു. ഇതൊന്നും ഒരു ക്രിസ്ത്യൻ വോട്ട് ചെയ്യുന്നവരെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. ക്രിസ്ത്യൻ വോട്ട് ചെയ്യുന്ന ആൾക്ക് ക്രിസ്ത്യാനികളായിട്ട് ഉള്ള കേരളത്തിലുള്ളവരെ ആകർഷിക്കുന്ന ഒരു ഘടകമല്ല ഇതൊന്നും. പക്ഷെ സാബു ജേക്കബ് ആകർഷിക്കുന്ന ഘടകമാണ്. എങ്ങനെയാണ് സാബു ജേക്കബിന്റെ ഈ പൊളിറ്റിക്കൽ പാർട്ടി 2020 എന്ന് പറയുന്നത്? ഈ കിഴക്കമ്പലത്താണ്, എറണാകുളത്തിന്റെ ആ ഭാഗത്തും ഇത്ര ശക്തമായതിന്റെ കാര്യം എന്താ? കാരണം സാബുവിനെ എതിർക്കുന്ന, സാബു ജേക്കബിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനെ എതിർക്കുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ട്. SDPI, വെൽഫെയർ പാർട്ടി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന CPM. അപ്പൊ അതൊരു ക്രിസ്ത്യൻ ഹിന്ദു രീതിയിലുള്ള ഒരു കൺസോളിഡേഷനാണ് ഈ സംഭവം അവിടെ ഉണ്ടായേക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും സാബു ജേക്കബ് എന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റ്, ഒരു വ്യവസായി, ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒറിജിൻ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു കേരളത്തില് ഒരു പ്രോപ്പറായിട്ട് ഒരാൾക്ക് വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നിന്നും ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണിത്. ഒരു ചെറിയ ഫോഴ്സ് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂ ജനറേഷൻ പാർട്ടിയാണത്. അതിനെ BJPയുടെ കയ്യിൽ കിട്ടിയത് ആരും അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റോക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ. കാരണം കോൺഗ്രസിന്റെ കോട്ടയാണ് ഈ പറയുന്ന എറണാകുളം. നിങ്ങൾ ഈ കുന്നത്ത് നാടൊന്നും നോക്കണ്ട. ഈ ആലുവയിൽ അവിടെ LDFന്റെയും UDFന്റെയും കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് 2 മുസ്ലിം കാൻഡിഡേറ്റാണ്. ബേസിക്കലി ആലുവയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അല്ല, അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. 3ാം സ്ഥാനം. ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക്. അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ആലുവയിൽ ഈ 2020 ഒരു കാൻഡിഡേറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ, BJP കാൻഡിഡേറ്റ് ആയിട്ട്, പ്രത്യേകിച്ച് സാബു ജേക്കബിന്റെ കാൻഡിഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് തോറ്റുപോകും. കോൺഗ്രസിന്റെ കോട്ടയാണ് ആലുവ. ഇതേപോലെ തന്നെ നിങ്ങൾ അങ്കമാലി പ്രതീക്ഷിക്കാം, ഇതേപോലെ തന്നെ പെരുമ്പാവൂര് പ്രതീക്ഷിക്കാം, ഇതേപോലെ തന്നെ മൂവാറ്റുപുഴ പ്രതീക്ഷിക്കാം. കാരണം നിർണായക വോട്ടുകളുണ്ട് സാബുവിന്റെ കയ്യിൽ.